സാരി അപ്സൈക്കിൾ ചെയ്യാം. നല്ലൊരു മെറൂൺ ഷെയ്ഡ് സാരിയാണ് ആദ്യം കാണിച്ചത് കേട്ടോ, അതിൻ്റെ പല്ലു പോർഷൻ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഷോൾഡറിനുള്ള ഒരു 1/2 ഇഞ്ച് അവിടെ വിട്ടിട്ടുണ്ട്. എന്നിട്ട് ആം ഹോൾ ഒന്ന് മാർക്ക് ചെയ്തു. ഡീപ്പ് നെക്ക് ആയതുകൊണ്ട് ഞാൻ ഷോൾഡർ കുറച്ച് അണ്ടർ എടുത്തത്. നോർമലി എനിക്ക് 7 ഇഞ്ച് വേണം, ഇവിടെ ഞാൻ 5.5 ഇഞ്ച് എടുത്തിട്ടുള്ളൂ. പിന്നെ ടോട്ടൽ ലെങ്ത്ത് വേണ്ടത് 16 ഇഞ്ചാണ്. പിന്നെ ഫ്രണ്ടിലേക്ക് ഞാനൊരു കോഴ്സറ്റ് ഷേപ്പ് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് 18 ഇഞ്ച് ഫ്രണ്ടിലേക്ക് വേണ്ടി മാത്രമായിട്ട് മാർക്ക് ചെയ്തു. ഡീപ്പ് നെക്ക് ആയതുകൊണ്ട് നെക്കിൻ്റെയും വിട്ട് കുറച്ച് ഒരു 2.5 ഇഞ്ചിലാണ് കേട്ടോ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലേക്ക് 6.5 ഇഞ്ച് ഇറക്കത്തിലാണ് ഞാൻ കട്ട് ചെയ്യണത്. ലൈനിങ്ങിലെല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം മെയിൻ മെറ്റീരിയൽ വെച്ചിട്ടും കട്ട് ചെയ്തെടുത്തു. ബാക്കിലേക്ക് പ്ലെയിൻ മെറ്റീരിയലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 10 ഇഞ്ച് ഇറക്കത്തിലാണ് ബാക്ക് നെക്ക് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ട് നെക്കെല്ലാം ഇതുപോലെ ഒന്ന് സെക്യൂർ ചെയ്ത് വെച്ച് ഒന്ന് അടിച്ചെടുക്കുവാണ്. ഇനി ഉള്ളിലെ പോർഷൻസ് ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ചെറിയ ചെറിയ കട്ടുകളിട്ട് ഒന്ന് മറിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഷോൾഡേഴ്സും കൂടെ ജോയിൻ ചെയ്തു. പിന്നെ ഒരു കുഞ്ഞ് സ്ലീവ് വെക്കുന്നുണ്ട്, അപ്പം അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തേ. സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ ആം ഹോൾ കറക്റ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട്. ഇനി ടോപ്പിന്റെ താഴ്ഭാഗം നമുക്കൊന്ന് മടക്കി അടിക്കണം. ഞാനിവിടെ മടക്കി അടിക്കുമല്ല, അതേ ഷേപ്പിൽ തന്നെ ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അത് മുകളിൽ വെച്ച് അടിച്ച് ഒന്ന് മറിച്ചടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഫ്രണ്ടും ബാക്കും സെയിം രീതിയിൽ തന്നെയാണ് ചെയ്തത്. അതിനുശേഷം സൈഡ്സ് ഒക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുകയും കൂടെ ചെയ്തേ. സാരി ബാക്കി വന്നത് മുഴുവൻ ഞാൻ സ്കേർട്ടിന് വേണ്ടി എടുത്തു കേട്ടോ. അത് വെച്ച് ഞാൻ ഇതുപോലെ പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മുകളിലേക്ക് ആ പട്ടയം കൂടെ വെച്ച് കൊടുത്തേ. ഇലാസ്റ്റിക്കും ഹുക്കും ഒന്നും അല്ല, വള്ളിയാണ് കേട്ടോ ഞാൻ സ്കേർട്ടിന് കൊടുത്തിരിക്കുന്നത്. പ്രിൻസസ് കട്ടും അല്ല, കോഴ്സെറ്റ് ബ്ലൗസും അല്ല, എന്നാൽ കോഴ്സെറ്റ് ബ്ലൗസിന്റെ ഒരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ബ്ലൗസ് ആണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത്. അതുകൊണ്ട് തന്നെ അധിക സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നുള്ളത് എന്തായാലും കമന്റ് ചെയ്യണേ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.